സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും പോലെ രണ്ട് വിത്ത് കഴിഞ്ഞ തവണ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മര്യാദയ്ക്ക് കട്ടെടുത്തോണ്ട് പോയി ആ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കടോ എന്ന് പറയുന്ന ശബ്ദമുയർന്നേന്. മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ കൃഷ്ണകുമാർ ജയിച്ചു വരിക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിന്റെ ആവശ്യത്തെക്കാൾ കൂടുതൽ പാലക്കാട് ജില്ലയിലെ ജനങ്ങളുടെ അത്യാവശ്യകതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തന്നെയാണ് രണ്ടാം സ്ഥാനക്കാരനോ മൂന്നാം സ്ഥാനക്കാരനോ പോലും ആ സ്ഥാനങ്ങൾ നൽകാൻ യോഗ്യതയില്ലാത്ത അവസ്ഥയിലാക്കി എടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങളായിരിക്കണം. ഇതിനൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനെ ചോദിക്കും എന്തുണ്ടാക്കിയെന്ന്. അതാണ് അവരുടെ ഒരു വ്യംഗ്യം. അവസരം തരും. നിങ്ങൾ മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ട്. ആരെയൊക്കെ പരീക്ഷിച്ചു? ഞങ്ങൾക്കൊരവസരം തന്ന് നിങ്ങൾ ആദ്യമായി പരീക്ഷിക്കൂ. 5 വർഷം കഴിഞ്ഞ് ഞങ്ങളെ ചോദ്യം ചെയ്യൂ. അതുമാത്രമേ സാധ്യമാവൂ. ഇപ്പോൾ ഇവിടെ കൃഷ്ണകുമാർ സൂചിപ്പിച്ചു, ഒരു MP എന്ന നിലയ്ക്ക് എന്റെ ഫണ്ടുകൾ അതൊരു വലിയ അജണ്ടയാണ്. പത്രക്കാരൊക്കെ അതിന് ഒരുപാട് കൂട്ടുനിന്നിട്ടുണ്ട്. ഏറ്റവും വലിയ പത്രം ഗോയൻകയുടെ പത്രമാണ് 2 MP-മാരുടെ കഴിവുകേടെന്ന് പറഞ്ഞ് പ്രൊജക്ട് ചെയ്ത. ബാക്കി 18 പേരും അവർക്ക് ദൈവങ്ങളാണ്. എന്തൊരു രാഷ്ട്രീയമാണ്, എന്തൊരു അധമ രാഷ്ട്രീയമാണ് പത്രക്കാരൻ കളിച്ചത്. എന്റെ 2 വർഷം കൊണ്ടുള്ള 10 കോടിയിൽ നിന്ന് 8.37 കോടിക്കുള്ള പദ്ധതികൾ ഞാൻ അപ്രൂവൽ എടുത്തു കഴിഞ്ഞു. പക്ഷെ ആ അപ്രൂവലിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കേരള സർക്കാരിന്റെ കൺട്രോളിലുള്ള എന്റെ നോഡൽ ഓഫീസർ, എന്റെ പ്ലാനിംഗ് ഓഫീസർ നൽകിയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയം മാത്രമാണ് നമ്മൾ അതിനകത്ത് കാണേണ്ടത്. എനിക്ക് കൃത്യമായി പദ്ധതികൾ എത്തി. അത് ആ പദ്ധതികൾക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും, എങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കി തന്നതിന്റെ പശ്ചാത്തലത്തിൽ 45 ദിവസത്തിനകം എനിക്ക് തരേണ്ട അപ്രൂവൽ തന്നിരിക്കുന്നത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അജണ്ട എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു പ്രധാനപ്പെട്ട പത്രത്തെ എടുത്ത് എന്നെ അവഹേളിക്കണമെന്ന് പറയുന്ന അജണ്ട ജയിച്ച നിമിഷം മുതൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട അജണ്ടയാണ്. ആ അജണ്ട പക്ഷേ എനിക്കെതിരായിരിക്കാം, എന്റെ രാഷ്ട്രീയ കക്ഷിക്കെതിരായിരിക്കാം. പക്ഷേ കടയ്ക്ക് കത്തി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ തൊള്ളയിലാണ്. ആ കത്തി ഈ അധമ രാഷ്ട്രീയക്കാർ 2 പക്ഷവും ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, എന്നെ ഖണ്ഡിക്കുന്ന മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കണ്ട. നിങ്ങളുടെ ഒരു കണ്ടെത്തലുണ്ടാവണം, അതിന് നിങ്ങളുടെ അന്വേഷണം ഉണ്ടാവണം. അപ്പോ രണ്ടല്ല രാഷ്ട്രീയത്തിന്. നിങ്ങളുടെ പക്ഷത്ത് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാമില്ലായിരിക്കാം. നിങ്ങൾ അതിനോട് ഇഷ്ടം എന്ന് പറയുന്നത് തുടരാതിരിക്കാം. തുടർന്നാലും ഈ മണ്ണിന് വേണ്ടിയാണ് എന്റെ വോട്ടെന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ ഒരു കാലത്തും കേരളം രക്ഷപ്പെടില്ല. സ്വർണത്തിന്റെ അന്വേഷണം നടത്തുന്നത് കേരള സർക്കാരല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. സർക്കാർ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരും സർക്കാരിന് നഖശികാന്തം എതിർക്കുന്ന പ്രതിപക്ഷവും ചെയ്യുന്നത് ചീട്ടിട്ട് കളിക്കുകയാണ്. നിങ്ങൾ വാസവന്റെ ചീട്ടിറക്കിയാൽ ഞങ്ങൾ സോണിയാഗാന്ധിയുടെ ചീട്ടിറക്കും. നിങ്ങൾ കടകംപള്ളിയുടെ ചീട്ടിറക്കിയാൽ ഞങ്ങൾ അപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചീട്ടിറക്കും എന്ന് പറഞ്ഞ് ചീട്ടിട്ട് കളിക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കിക്കോ, സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും പോലെ 2 വിത്ത് കഴിഞ്ഞ തവണ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മര്യാദയ്ക്ക് കട്ടെടുത്തോണ്ട് പോയി ആ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കടോ എന്ന് പറയുന്ന ശബ്ദമുയർന്നേന്. നിങ്ങൾക്കറിഞ്ഞൂടെ എങ്ങനെ സംസാരിക്കുന്നവരാണ് അവരെന്ന്? അപ്പൊ അവരുടെ ശബ്ദം വിശ്വാസ സമൂഹത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഈ മണ്ണിന്റെ ഉടമസ്ഥർ ആ വിശ്വാസ സമൂഹം കൂടിയാണ്.
ഞാൻ അധികം ഒന്നും പറയുന്നില്ല. നിങ്ങളെ ഞാൻ ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അസത്യമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. പക്ഷെ മറ്റു വക്രങ്ങൾ വന്ന് പറയുന്നത് കേട്ട് വിശ്വസിക്കരുത്. നിങ്ങളുടെ നിഗമനം മാറിപ്പോവുകയും അരുത്. വ്യക്തമല്ലേ? കൃഷ്ണകുമാറിലൂടെ നിങ്ങൾ എന്നെയും ഈ രാജ്യത്തിന്റെ യശസ്വി പ്രധാനമന്ത്രിയെയും പിന്തുണയ്ക്കുമോ? 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 താങ്ക് യു.